ഇന്ന് ഈ മാസ്റ്റർ ക്ലാസ്സും കൊണ്ട് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ വാട്ട് വി വാണ്ട് ടു ഡു ഈസ് നിങ്ങൾ ഇതിൽ ഏത് സ്റ്റേജിലായെങ്കിലും ഓക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം. ഞാൻ ഇനി എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്നുള്ളത് ക്ലാരിറ്റി കിട്ടണം. സോ അടുത്ത സെഷൻ ഐ വാണ്ട് ടു കോൾ ദ കണക്ടിങ് ദ ഡോട്ട്സ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. പലപ്പോഴും നമ്മൾ ഈ ടെർമിനോളജി കേൾക്കുമ്പോൾ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്ന ടെർമിനോളജി കേൾക്കുമ്പോൾ നിങ്ങളും കേട്ടിട്ട് കാണുമായിരിക്കും ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനെ സിനോണിമായിട്ടാണ് പലരും വിളിക്കുന്നത്. സിനോണിം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇതിനാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. എന്താണ് ഫിനാൻസ്, എന്താണ് അക്കൗണ്ടിങ്? ഈ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ദ പോയിന്റ് ഈസ്, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചു. വി ആർ ട്രാവലിംഗ് ഇൻ എ കാർ. നമ്മുടെ റിയർ വ്യൂ മിറർ ഇല്ലേ, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മിറർ, ആ മിററിൽ കൂടി നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ ബാക്കിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അല്ലേ? വാട്ട് ഓവർ ഇൻ ദ ബാക്ക്, പുറകിൽ വരുന്ന വണ്ടികൾ വരുന്നുണ്ടോ, അതെല്ലാം ആണ് കാണുന്നത്. അതേസമയം നമ്മുടെ മുന്നിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മുന്നിലുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി വരുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് അക്കൗണ്ടിങ്. കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ, ഒരു കോർപ്പറേറ്റ് പെർസ്പെക്റ്റീവിൽ എന്താണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് നാല് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, റിപ്പോർട്ടിങ്. നമുക്കറിയാമല്ലേ, നമ്മൾ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും എല്ലാം നമ്മൾ കോളേജ് സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ടാലി പഠിക്കാൻ പോകുന്നു, GST പഠിക്കാൻ പോകുന്നു. നമ്മുടെ കേരളത്തിൽ അതെല്ലാമൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ ഇതെല്ലാം പഠിക്കാൻ പോകുന്നു. അൾട്ടിമേറ്റ്ലി റിപ്പോർട്ടിങ് എന്തുവാണ്? നമ്മൾ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും എല്ലാം പഠിച്ച് അൾട്ടിമേറ്റ്ലി വി ആർ ഗിവിംഗ് ദ ഫിനാൻഷ്യൽസ് ഔട്ട്. രണ്ടാമത് എന്തുവാണ്? കോസ്റ്റിംഗ്. അതായത് നമ്മുടെ കമ്പനിയിൽ പല പ്രൊഡക്റ്റുകളും നമ്മൾ ഉൽപ്പന്നിച്ച് ഇറ്റ്സ് കോൾഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. നിങ്ങൾ പഠിച്ചു കാണും, കോസ്റ്റ് അക്കൗണ്ടിങ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഓഡിറ്റിംഗ്. അവസാനം ടാക്സ് അല്ലെ? നമുക്ക് GST അറിയാം, നമുക്ക് ഇൻകം ടാക്സ് അറിയാം, ഇതെല്ലാം അറിയാം. ഇതെല്ലാം അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ? ഞാൻ ഇനി മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. അക്കൗണ്ടിങ് ഫംഗ്ഷൻ എപ്പോഴും ബാക്കിലേക്കാണ് നോക്കുന്നത്. നമ്മൾ ഇന്നലെ വരെ നടന്ന ട്രാൻസാക്ഷൻ, എവറി ട്രാൻസാക്ഷൻ വി ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ്, വി ആർ സ്ക്രൂട്ടനൈസിങ് വാട്ട് ഹസ് ഓൾറെഡി ഹാപ്പൻഡ്. സോ വാട്ട് ഈസ് അക്കൗണ്ടിങ്? റൂൾ ബേസ്ഡ് ആണ്. എന്താണ് റൂൾ ബേസ്ഡ്? റൂൾഡ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഒരു ഫോർമുല ഉണ്ട്. പ്രിഡിക്റ്റബിൾ ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നിങ്ങൾക്ക് എല്ലാം കാണാതെ അറിയാവുന്ന അല്ലേ? റൂളാണിത്. GST, ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാം ഫോംസ് എല്ലാം പ്രീഫിൽഡ്, റൂൾ ബേസ്ഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് റൂൾസ്, ഇതെല്ലാം റൂൾ ബേസ്ഡ് ആണ്. ഇതിന്റെ നാലാമത്തെ ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ സംതിങ് കോൾഡ് AI ഇമ്പാക്ട്. AI ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രോൺ ആണോ റെസിസ്റ്റന്റ് ആണോ? AIയും ഓട്ടോമേഷൻ വന്നു വരുമ്പോൾ ഇതിനെ അഫക്ട് ചെയ്യുമോ ഇല്ലയോ? ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർലി എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറയട്ടെ, എനിത്തിങ് വിച്ച് ഈസ് റൂൾ ബേസ്ഡ്, ഓട്ടോമേഷൻ വിൽ ടേക്ക് ഓവർ. ഓട്ടോമേഷന്റെ അടുത്ത ഫേസ് ആണ് AI. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിങ്. ഞാൻ ഇനി ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. സോ ലെറ്റ് us try to understand ഫിനാൻസ്. എന്താണ് ഫിനാൻസ്? ഫിനാൻസ് ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇത് മാത്രമല്ല. ഫിനാൻസിൽ ബട്ട് ഇമ്പോർട്ടൻ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാങ്കിങ്ങിന് റിലേറ്റ് ചെയ്യില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ബാങ്കിങ് ബേസിക്കലി, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡാറ്റ. കോർപ്പറേറ്റ് ഫിനാൻസ് ഏതാ? എല്ലാ കോർപ്പറേറ്റിലും നടക്കുന്ന ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും ഒരുമിച്ചാണ് കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഫിനാൻസ്? എവിടെ നിങ്ങൾ അനാലിസിസ് കാണുന്നു? ഞാൻ ഒരു ചോദ്യം തുടക്കത്തിൽ ചോദിച്ചു, എന്തുകൊണ്ട് നമ്മളെ മീറ്റിങ്ങുകൾ വിളിക്കുന്നില്ല? വൈ ഐ എം നോട്ട് എ പാർട്ട് ഓഫ് എ മീറ്റിംഗ്? ഓക്കെ, വെൻ ഐ എം ബീൻ ആസ്ക്ഡ് ടു അനലൈസ്, എന്നോടൊരു കാര്യം അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വൈ ഐ എം നോട്ട് ഏബിൾ ടു അനലൈസ് ഇറ്റ്? എന്തുകൊണ്ട് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല? ബിക്കോസ് ഇതെല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെ സ്കില്ലുകൾ ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് വേണ്ടുന്ന എല്ലാ സ്കില്ലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്തു, ആൻഡ് വി ആർ ഡൂയിങ് അക്കൗണ്ടിങ്. ബട്ട് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻസ്. So what is FP&A? Finance is planning and analysis. Planning and analysis function മുഴുവൻ ഫിനാൻസിലേക്കാണ് വരുന്നത്. ഈ AI പാർട്ടിലേക്ക് വന്നേ. ഈ നാലാമത്തെ കോർപ്പറേറ്റ് ഫിനാൻസ് കണ്ടോ നിങ്ങൾ? കോർപ്പറേറ്റ് ഫിനാൻസ് എഴുതി വെച്ചേക്കുന്നത് റെസിസ്റ്റന്റ്. എന്തുകൊണ്ടാണ് അത് റെസിസ്റ്റന്റ്? ഐ മീൻ കോർപ്പറേറ്റ് ഫിനാൻസ്. ഞാൻ ഒരു സമയത്ത് കൺട്രോളർ ആയിരുന്നു. ഐ വാസ് ലീഡിങ് അക്കൗണ്ടിങ്, ദെൻ ഐ മൂവ് ടു കോർപ്പറേറ്റ് ഫിനാൻസ്. എന്തുകൊണ്ടാണ്?
കാര്യം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്പേഴ്സ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് റിപ്പോർട്ടിംഗ് നമ്പേഴ്സ്, ഓൾദോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറയുന്നത്. ബട്ട് ആ റിപ്പോർട്ടഡ് നമ്പേഴ്സിനെ ഹൗ ടു അനലൈസ്, അതിനെ അനലൈസ് ചെയ്തിട്ട് യുനോ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്ന് ഡയറക്ഷൻ കൊടുക്കുകയാണ്. മോഡറേറ്റ്ലി പ്രോൺ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ഒരു ബേസിക് ഫോക്കാസ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ, സ്റ്റോറി ടെല്ലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, വിഷ്വലൈസേഷൻ ഒരു കോർപ്പറേറ്റിന് വേണ്ടുന്നത് വിൽ നോട്ട് ബി ഏബിൾ ടു ഡു. സോ ബേസിക്കലി നിങ്ങൾ പോകുന്ന സമയത്ത് യു ക്യാൻ സി കോർപ്പറേറ്റ്, ഇതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം നിങ്ങളെ എടുത്ത് കാണിച്ചത്. വെൻ ഇറ്റ് കം ടു കോർപ്പറേറ്റ് ഫിനാൻസ്, വെൻ ഇറ്റ് കംസ് ടു ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ്, വെൻ ഇറ്റ് കം ടു മോഡലിംഗ് ആൻഡ് വാല്യുവേഷൻ, കാര്യം ഞാൻ സംസാരിക്കുന്ന എല്ലാം ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് വ്യക്തികളോട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വെൻ ഇറ്റ് കംസ് ടു വർക്കിംഗ് ക്യാപിറ്റൽ, കാര്യം ഇതെല്ലാം അനാലിസിസ്, വളരെ അനാലിസിസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇതെല്ലാം റെസിസ്റ്റന്റ് ആണ്. ഈ അനാലിസിസിന്റെ എല്ലാം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് വരെ